ഡിയർ സ്റ്റുഡൻസ്, BA സോഷ്യോളജി 4th സെമസ്റ്ററിൻ്റെ സോഷ്യോളജി ഓഫ് കേരളം എന്ന പേപ്പറിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂള്, നമ്മളുടെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഫോംസ് ആൻഡ് ചേഞ്ചസ് ഇൻ മാരേജ് ആൻഡ് ഫാമിലി എമംഗ് ക്രിസ്ത്യൻ. വിവാഹം, കുടുംബം എന്നിവയിൽ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ആചാരങ്ങളും മാറ്റങ്ങളും. കേരള ഈസ് വൺ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് വിത്ത് എ ഡിസ്റ്റിങ്ക്റ്റ് ഹിസ്റ്ററി ദാറ്റ് സെറ്റ്സ് ഇറ്റ് അപ്പാർട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി ഇൻ മെനി വേസ്. വ്യതിരിക്തമായ ചരിത്രമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. One of the prominent reasons for its long history is its close proximity to countries connected by maritime routes through the Arabian Sea to the West Asian and Mediterranean regions since prehistory. Kerala's spice-rich region was a key center of ancient world maritime trade because it is located along the spice route, and great civilizations such as the Greeks, Romans, Jews, and Christians have all visited this region. Long-time trading partners among them were Jews and Christians from Jerusalem, Mesopotamia, and Babylonia. വ്യതിരിക്തമായ ചരിത്രമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അത് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിൽ വ്യത്യസ്തമാണ്. അതിൻ്റെ നീണ്ട ചരിത്രത്തിൻ്റെ ഒരു പ്രധാന കാരണം കടൽ വഴികളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുമായുള്ള അടുപ്പമാണ്. അറബിക്കടൽ വഴി പടിഞ്ഞാറൻ ഏഷ്യയുമായും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമായും ചരിത്രാതീത കാലം മുതൽ കേരളത്തിന് ബന്ധമുണ്ട്. കടൽ വഴികളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുമായുള്ള അടുപ്പമാണ് അതിൻ്റെ നീണ്ട ചരിത്രത്തിൻ്റെ ഒരു പ്രധാന കാരണം. അറബിക്കടൽ വഴി പടിഞ്ഞാറൻ ഏഷ്യയുമായും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമായും ചരിത്രാതീത കാലം മുതൽ കേരളത്തിന് ബന്ധമുണ്ട്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന പ്രദേശം ഒരു പുരാതന ലോക സമുദ്ര വ്യാപാര കേന്ദ്രമായിരുന്നു. കാരണം ഈ പ്രദേശം സുഗന്ധവ്യഞ്ജന പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിലെ സുഗന്ധവ്യഞ്ജന പ്രദേശങ്ങളെല്ലാം ഒരു പുരാതന ലോക സമുദ്ര വ്യാപാര കേന്ദ്രം ആയിരുന്നു. ഗ്രീക്കുകാർ പോലുള്ള മഹത്തായ നാഗരികതകൾ റോമക്കാർ, ജൂതർ, ക്രിസ്ത്യാനികൾ തുടങ്ങിയവരെല്ലാം ഈ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട്. ഗ്രീക്കുകാർ, അതുപോലെ റോമാക്കാർ, ജൂതർ, ക്രിസ്ത്യാനികൾ അവരെല്ലാം തന്നെ ഈ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട്. അവരിൽ ദീർഘകാല വ്യാപാര പങ്കാളികൾ ജൂതന്മാരും ജെറുസലേം, മെസപ്പൊട്ടോമിയ, ബാബിലോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും ആയിരുന്നു. ലോങ് ടൈം ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എമംഗ് ദം വേർ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഫ്രം ജെറുസലേം, മെസപ്പൊട്ടോമിയ ആൻഡ് ബാബിലോണിയ. അപ്പോൾ അവരിൽ ദീർഘകാല വ്യാപാര പങ്കാളികൾ ജൂതന്മാരും അതുപോലെ മെസപ്പൊട്ടോമിയ, ജെറുസലേം, ബാബിലോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും ആയിരുന്നു. According to historical documents, Christianity was present in Kerala as early as the 1st century. ചരിത്രരേഖകൾ അനുസരിച്ച് 1ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം കേരളത്തിൽ ഉണ്ടായിരുന്നു. According to Jewish settlers who arrived in Kerala in 68 AD, there were Christians and a travelogue written by Pantanus, the head of the Alexandrian school, who visited Kerala in the 2nd century, also mentioned a flourishing Christian population. ചരിത്രരേഖകൾ അനുസരിച്ച് 1ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം കേരളത്തിൽ ഉണ്ടായിരുന്നു. ജൂത കുടിയേറ്റക്കാരുടെ അഭിപ്രായത്തിൽ അവർ AD 68 കേരളത്തിലെത്തുമ്പോൾ
കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അലക്സാണ്ട്രിയൻ സ്കൂൾ തലവനായ പാൻഡെയിൻസ് തൻ്റെ യാത്രാവിവരണത്തിൽ അഭിവൃദ്ധിപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ ജനത അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു എന്ന് പരാമർശിച്ചിട്ടുണ്ട്. Syrian Christians say they were converted to Christianity as early as 52 AD when St. Thomas traveled to India on a trade ship that stopped at Musaris. The Christians of Kerala are known as Thomas Christians after one of the Jesus follower who is known in Christian tradition as Doubting Thomas and who was sent to India to spread Christianity. 2-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അലക്സാണ്ട്രിയൻ സ്കൂൾ തലവനായ പാൻഡെയിൻസ് തൻ്റെ യാത്രാവിവരണത്തിൽ അഭിവൃദ്ധിപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ ജനത അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു എന്ന് പരാമർശിച്ചിട്ടുണ്ട്. AD 52 തുടക്കത്തിൽ സെൻറ് തോമസ് ഒരു കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തപ്പോൾ മുസിരീസിൽ കപ്പൽ നിർത്തി തങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നാണ് സിറിയൻ ക്രിസ്ത്യാനികൾ പറയുന്നത്. ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയിലേക്ക് അയച്ച യേശുവിൻ്റെ അനുയായികളിലൊരാളാണ് സെൻറ് തോമസ് എന്ന് ക്രിസ്തീയ പാരമ്പര്യക്കാർ സംശയിക്കുന്നു. സെൻറ് തോമസ് വന്നതിന് ശേഷം കേരളത്തിലെ ക്രിസ്ത്യാനികൾ തോമസ് ക്രിസ്ത്യാനികൾ എന്നും അറിയപ്പെടുന്നു. In Kerala, there are two major Christian denominations, Catholics and Protestants. കേരളത്തിൽ 2 പ്രധാന ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്, കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും. The Pope is the head of the Catholic Church. In the Catholic Church, the Pope is the highest authority. The Pope has given his blessing to all of the Catholic Church doctrines. There are various Protestant denominations or groupings. Within each denomination, a hierarchical approach is limited. കേരളത്തിൽ 2 പ്രധാന ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്, കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും. കത്തോലിക്ക സഭയുടെ തലവനാണ് പോപ്പ് അഥവാ മാർപ്പാപ്പ. മാർപ്പാപ്പയാണ് ഏറ്റവും ഉയർന്ന അധികാരി. കത്തോലിക്ക സഭയുടെ എല്ലാ പ്രമാണങ്ങൾക്കും പോപ്പ് തൻ്റെ അനുഗ്രഹങ്ങൾ നൽകുന്നു. വിവിധ തരം പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുണ്ട്. ഓരോ വിഭാഗത്തിനും പൗരോഹിത്യ സമീപനം പരിമിതമാണ്. ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ, വിവിധ തരം പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളുണ്ട്. ആ ഓരോ ഗ്രൂപ്പുകൾക്കും പൗരോഹിത്യ സമീപനം ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. മാരേജ് ഈസ് എ സേക്രമെന്റ് അക്കോർഡിംഗ് ടു കാത്തലിക് ചർച്ച് ടീച്ചിങ്. കത്തോലിക്ക സഭയുടെ അഭിപ്രായത്തിൽ വിവാഹം ഒരു കൂദാശയാണ്. ഡിവോഴ്സ് ഈസ് നോട്ട് എ പോസിബിലിറ്റി. However, if one of the spouses is already married and the partner from the previous marriage is still alive, the marriage can be deemed null and void. A marriage can also be deemed null and void if one of the spouses is mentally ill, impotent, or otherwise incapable at the time of the wedding. Mixed marriages are permitted among Catholics with a person from any other religion. The Catholic spouse, on the other hand, must promise that the children will be raised in the Catholic religion. Marriage is a sacrament according to Catholic Church teaching. കത്തോലിക്ക സഭയുടെ അഭിപ്രായത്തിൽ വിവാഹം ഒരു കൂദാശയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 7 കൂദാശകളെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾക്ക് 7 കൂദാശകൾ. അതിൽ 1 മാമോദീസ അഥവാ ജ്ഞാനസ്നാനം, 2 സ്ഥൈര്യലേപനം അല്ലെങ്കിൽ
തൈലാഭിഷേകം, 3 കുംഭസാരം, 4 വിശുദ്ധ കുർബാന, 5 പൗരോഹിത്യം, 6 വിവാഹം, 7 രോഗി ലേപനം. അങ്ങനെ 6ാമത്തെ കൂദാശയായിട്ടാണ് വിവാഹം വരുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം വിവാഹം ഒരു കൂദാശയാണ്. കത്തോലിക്കരുടെ ഇടയിൽ ഡിവോഴ്സിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന് മാറിയിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഡിവോഴ്സ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വിവാഹമോചനത്തിന് സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ജീവിത പങ്കാളികളിൽ ഒരാൾ നേരത്തെ വിവാഹിതനാണെങ്കിലും അല്ലെങ്കിൽ മുൻ വിവാഹത്തിലെ പങ്കാളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എങ്കിലും വിവാഹം അസാധുവായി കണക്കാക്കുന്നു. അപ്പം ജീവിത പങ്കാളികളിൽ ഒരാൾ നേരത്തെ വിവാഹിതനാണെങ്കിലും മുൻ വിവാഹത്തിലെ പങ്കാളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എങ്കിലും വിവാഹം അസാധുവായി കണക്കാക്കുന്നു. വിവാഹ സമയത്ത് ജീവിത പങ്കാളികളിൽ ഒരാൾ മാനസിക രോഗിയോ ബലഹീനനോ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കഴിവുകേടോ ഉണ്ടെങ്കിൽ ആ വിവാഹവും അസാധുവായി കണക്കാക്കുന്നു. കത്തോലിക്കരുടെ ഇടയിലെ മിശ്ര വിവാഹങ്ങൾ, മിക്സഡ് മാരേജസ്, അതായത് മറ്റേതെങ്കിലും മതത്തിൽ നിന്നുള്ള വ്യക്തികളുമായി ഉള്ള വിവാഹം അനുവദനീയമാണ്. എന്നാൽ അവരുടെ കുട്ടികൾ കത്തോലിക്ക മതത്തിൽ വളരുമെന്ന് ഒരു വാഗ്ദാനം ആവശ്യമാണ്. കത്തോലിക്കരുടെ ഇടയിൽ മിക്സഡ് മാരേജസ്, മറ്റേതെങ്കിലും മതത്തിൽ നിന്നുള്ള വ്യക്തിയുമായിട്ടുള്ള വിവാഹമൊക്കെ അനുവദനീയമാണ്. എന്നാൽ കുട്ടികൾ കത്തോലിക്ക മതത്തിൽ വളരണം എന്നൊരു വാഗ്ദാനം അവർ ആവശ്യപ്പെടാറുണ്ട്. Divorce is permitted among Protestants. Marriages are frequently done in the presence of relatives and friends in a church. പ്രൊട്ടസ്റ്റന്റുകാർക്കിടയിൽ വിവാഹമോചനം അനുവദനീയമാണ്. ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹങ്ങൾ നടത്തുന്നത്. The majority of Protestant couples seek divorce from a court of law. Remarriage after divorce is also legal among Protestants. Free consent from both partners is required according to church teaching. Consent must be given freely without coercion or grave external fear by each of the contracting parties. പ്രൊട്ടസ്റ്റന്റുകാർക്കിടയിൽ വിവാഹമോചനം അനുവദനീയമാണ്. അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹങ്ങൾ നടത്തുന്നത്. വിവാഹിതരായ ദമ്പതികൾക്ക് അവരുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. പ്രൊട്ടസ്റ്റന്റ് ദമ്പതികളിൽ ഭൂരിഭാഗവും കോടതി വഴി വിവാഹമോചനം തേടുന്നു. ദ മെജോറിറ്റി ഓഫ് പ്രൊട്ടസ്റ്റന്റ് കപ്പിൾസ് സീക്ക് ഡിവോഴ്സ് ഫ്രം എ കോർട്ട് ഓഫ് ലോ. പ്രൊട്ടസ്റ്റന്റുകാർക്കിടയിൽ വിവാഹമോചനത്തിന് ശേഷം പുനർവിവാഹവും നിയമപരമാണ്. ഇതിന് സഭാ നിയമം അനുസരിച്ച് 2 പങ്കാളികളുടെയും സൗജന്യ സമ്മതം ആവശ്യമാണ്. ബലപ്രയോഗമോ ബാഹ്യമായ ഭയമോ ഇല്ലാതെ കരാർ കക്ഷികൾ സ്വതന്ത്രമായി സമ്മതം നൽകണം. Consent must be given freely without coercion or grave external fear by each of the contracting parties. Marriage and family among Muslims. മുസ്ലിങ്ങൾക്കിടയിലുള്ള വിവാഹവും കുടുംബവും. Marriage is an institution mandated by Muslims for the preservation of society and the protection of human beings from foulness and unchastity. സമുദായ സംരക്ഷണം, മനുഷ്യ സംരക്ഷണം എന്നിവയ്ക്കായി മുസ്ലിങ്ങൾ നിർബന്ധമാക്കിയ ഒരു സ്ഥാപനമാണ് വിവാഹം. ഫ്രം ഫൗൾനെസ് ആൻഡ് അൺചേസ്റ്റിറ്റി. അതുപോലെ മാരേജ് ഈസ് എ സിവിൽ കോമ്പാക്ട്, നോട്ട് എ സേക്രമെൻറ്റ്. വിവാഹം എന്ന് പറയുന്നത് ഒരു കൂദാശയായിട്ടല്ല ഇവർ കാണുന്നത്. മാരേജ് ഈസ് എ സിവിൽ കോമ്പാക്ട്, നോട്ട് എ സേക്രമെൻറ്റ്, വിത്ത് ദ ഗോൾസ് ഓഫ് പ്രൊമോട്ടിംഗ് നോർമൽ ഫാമിലി ലൈഫ് and the legalization of children. Marriage among Muslim is universal and obligatory. Since the Muslim community discourages celibacy, marriage has to be performed. It is true that
Marriage among Muslim is a civil contract as it is meant for procreation of children and legalizing sexual intercourse. It is a religious duty also. It is considered an ibadat. It is a religious duty. It is considered an ibadat. സമുദായ സംരക്ഷണം, മനുഷ്യ സംരക്ഷണം ഫ്രം ഫൗൾനെസ് ആൻഡ് അൺചേസ്റ്റിറ്റി എന്നിവയ്ക്കായി മുസ്ലിങ്ങൾ നിർബന്ധമാക്കിയൊരു സ്ഥാപനമാണ് വിവാഹം. വിവാഹം ഒരു കൂദാശയല്ല. സാധാരണ കുടുംബജീവിതം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ നിയമവിധേയമാക്കുക എന്നീ ലക്ഷ്യത്തോടെയുള്ള ഒരു സിവിൽ കരാറിൻ്റെ രീതിയിലാണ് മുസ്ലിം വിവാഹങ്ങൾ. മുസ്ലിം സമൂഹത്തിൽ വിവാഹം സാർവത്രികവും നിർബന്ധവുമാണ്. മാരേജ് എമംഗ് മുസ്ലിം ഈസ് യൂണിവേഴ്സൽ ആൻഡ് ഒബ്ലിഗേറ്ററി. വിവാഹം സാർവത്രികവും നിർബന്ധവുമാണ്. മുസ്ലിം സമൂഹം ബ്രഹ്മചര്യം നിരുത്സാഹപ്പെടുത്തുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റി ഡിസ്കറേജസ് സെലിബസി. അതിനാൽ വിവാഹം നടത്തണം. കുട്ടികളെ പ്രസവിക്കുന്നതിനും ലൈംഗിക ബന്ധം നിയമവിധേയമാക്കുന്നതിനുമുള്ള ഒരു മതപരമായ കടമ കൂടിയാണ് വിവാഹം. വിവാഹം ഒരു മതപരമായ കടമയായി കണക്കാക്കുന്നു. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആൻ ഇബാദത്ത് ടു എൻസ്ലേവ് വൺസെൽഫ് ടു ഗോഡ്. ഇബാദത്ത് എന്നുള്ളതിന് മീനിങ് ഇതാണ്, ടു എൻസ്ലേവ് വൺസെൽഫ് ടു ഗോഡ്. ദൈവത്തിന് അടിമയാക്കലായി വിവാഹത്തെ കണക്കാക്കുന്നു. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മുസ്ലിം മാരേജ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മുസ്ലിം മാരേജ്. മുസ്ലിം വിവാഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മുസ്ലിം മാരേജ് ആർ acceptance of the proposal of marriage by the bride, capability of the bridegroom to enter into a marriage contract, preference system, that is parallel cousins, fathers, brothers, daughters, and cross cousins, mothers, brothers, daughters, are given preference. And marriage is valid only if it is free from legal complications. It may be noted that man and woman did not enjoy equal rights with regard to the provision of divorce. Characteristic features of Muslim marriage are acceptance of the proposal of marriage by the bride, capability of the bridegroom to enter a marriage contract, preference system, that is parallel cousins and cross cousins are given preference. Parallel cousins means fathers, brothers, daughters. Cross cousins means mothers, brothers, daughters. And marriage is valid only if it is free from legal complications. It may be noted that man and woman did not enjoy equal rights with regard to the provision of divorce. ഇപ്പോൾ മുസ്ലിം വിവാഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഒന്ന്, വിവാഹത്തിന് വധുവിൻ്റെ സമ്മതം സ്വീകരിക്കണം. രണ്ടാമത്, വരന് വിവാഹ കരാറിൽ ഏർപ്പെടാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. മൂന്ന്, മുൻഗണനാ സിസ്റ്റം പാലിക്കണം. അതായത് പ്രിഫറൻസ് സിസ്റ്റം പാലിക്കണം. അതായത് എന്താണ് മുൻഗണനാ സിസ്റ്റം? ഒരു പുരുഷൻ വിവാഹത്തിന് ആദ്യം മുൻഗണന നൽകേണ്ടത് പാരലൽ കസിൻസിനാണ്. അതായത് പിതാവിൻ്റെ സഹോദരൻ്റെ പെൺമക്കൾ. അപ്പോൾ ഒരു പുരുഷൻ വിവാഹത്തിന് ആദ്യം മുൻഗണന നൽകേണ്ടത് പാരലൽ കസിൻസിനാണ്, അച്ഛൻ്റെ സഹോദരൻ്റെ പെൺമക്കൾ. പിന്നീട് മുൻഗണന നൽകുന്നത് ക്രോസ് കസിൻസിനാണ്, അതായത് അമ്മയുടെ സഹോദരൻ്റെ പെൺമക്കൾ. അപ്പം നിയമപരമായ സങ്കീർണതകൾ അല്ലെങ്കിൽ കുഴപ്പങ്ങളിൽ നിന്ന് മുക്തമാണെങ്കിൽ മാത്രമേ വിവാഹം സാധുവാകൂ. It may be noted that man and woman did not enjoy equal rights with regard to the provision of divorce. പുരുഷനും സ്ത്രീക്കും വിവാഹമോചനത്തിന് തുല്യ അവകാശമില്ല എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. It should be mentioned that
Men and women did not have equal rights when it came to divorce. Women have always been the ones who have been on the receiving end of abuse. ഇപ്പോൾ പുരുഷനും സ്ത്രീക്കും വിവാഹമോചനത്തിന് തുല്യ അവകാശം ഇല്ല എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. Women have always been at the receiving end. However, industrialization, urbanization, modernization, and spread of modern education have drastically changed the perspective. Spread of small family norm and lesser incidents of divorce are some of the impacts of social change on the institution of Muslim marriage. Women have always been at the receiving end. However, industrialization, urbanization, modernization, and spread of modern education have drastically changed the perspective. Spread of small family norm and lesser incidents of divorce are some of the impacts of social change on the institution of Muslim marriage. ഇപ്പോൾ ദുരുപയോഗത്തിൻ്റെ അവസാനത്തിൽ വരുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. Women have always been the ones who have been on the receiving end of abuse. എന്നിരുന്നാലും വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, നവീകരണങ്ങൾ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം എന്നിവയുടെ ഫലമായി കാഴ്ചപ്പാട് ഗണ്യമായി മാറി. കുടുംബത്തിൻ്റെ സാമൂഹിക മാറ്റത്തിൻ്റെ ചില ഫലങ്ങളിൽ ചെറിയ കുടുംബ മാനദണ്ഡം, സ്മോൾ ഫാമിലി നോ, കുറഞ്ഞ വിവാഹമോചനങ്ങൾ എന്നിവയെ ഉൾപ്പെടുന്നു. ഇപ്പം മുസ്ലിം വിവാഹം ഒരു മതവിശ്വാസമാണ്. എന്നിരുന്നാലും വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, നവീകരണങ്ങൾ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം എന്നിവയുടെ ഫലമായിട്ട് സ്ത്രീകൾക്ക് നേരെയുള്ള സ്ത്രീകളോടുള്ള ദുരുപയോഗം, നേരത്തെ പറഞ്ഞു, വിവാഹമോചനം സ്ത്രീക്കും പുരുഷനും ഒരുപോലെയല്ല, അതിനുള്ള അവകാശം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ പുതിയ വിദ്യാഭ്യാസ രീതി, അതുപോലെ വ്യവസായവൽക്കരണം, നഗരവൽക്കരണം അതെല്ലാം വന്നതോടു കൂടിയിട്ട് ആളുകളുടെ കാഴ്ചപ്പാടുകളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ ചെറിയ കുടുംബം എന്നൊരു അവസ്ഥ വന്നു. അതുപോലെ തന്നെ വിവാഹമോചനങ്ങളെല്ലാം വളരെ കുറഞ്ഞു. ആ രീതിയിലുള്ള ചില മാറ്റങ്ങളെല്ലാം സംഭവിച്ചു. On the basis of marriage and family, Kerala's Muslim community can be divided into two groups. One that follows the father-right social system and the other that follows the mother-right social system. Of course, these systems are manifested differently by different groups. A sort of visiting marriage in which the wife does not leave her parental home and the husband must visit her is one of the important cultural aspects of the mother right sector. On the basis of marriage and family, Kerala's Muslim community can be divided into two groups. One that follows the father right social system and the other that follows the mother right social system. Of course, these systems are manifested differently by different groups. A sort of visiting marriage in which the wife does not leave her parental home and the husband must visit her is one of the important cultural aspects of the mother right sector. വിവാഹത്തെയും കുടുംബത്തെയും അടിസ്ഥാനമാക്കി കേരളത്തിലെ മുസ്ലിം ജനതയെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം. വിവാഹത്തെയും കുടുംബത്തെയും അടിസ്ഥാനമാക്കി കേരളത്തിലെ മുസ്ലിം ജനതയെ അല്ലെങ്കിൽ സമൂഹത്തെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, ഫാദർ റൈറ്റ് സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, പിതാവ് തായ്വഴി സാമൂഹിക വ്യവസ്ഥ, പിതാവ് തായ്വഴി ആ രീതിയിൽ. അതുപോലെ മറ്റൊന്ന് മാതാവ് തായ്വഴി സാമൂഹിക വ്യവസ്ഥയെയും പിന്തുടരുന്നു. ഈ സംവിധാനങ്ങൾ വ്യത്യസ്ത ഗ്രൂപ്പുകൾ വ്യത്യസ്ത രീതികളിൽ പ്രദർശിപ്പിക്കുന്നു. മാതാവ് തായ്വഴി രീതിയിൽ സ്ത്രീക്ക് അവളുടെ രക്ഷാകർതൃഭവനം ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല. മറിച്ച് പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ വന്ന് അവളെ സന്ദർശിക്കേണ്ടതാണ്. അതായത് മദർ റൈറ്റ് സെക്ടർ രീതിയിൽ അമ്മ അല്ലെങ്കിൽ മാതാവ് തായ്വഴി സാമൂഹിക വ്യവസ്ഥ പിന്തുടരുന്നവരുടെ ഇടയിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹിതരായാൽ സ്ത്രീക്ക് അവരുടെ വീട്
വിടേണ്ടി വരുന്നില്ല, മറിച്ച് പുരുഷൻ സ്ത്രീയുടെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പുരുഷൻ സ്ത്രീയുടെ വീട്ടിൽ വന്ന് അവളെ സന്ദർശിക്കേണ്ടതാണ് എന്നാണ് വ്യവസ്ഥ. ദി matrilinear system of family and inheritance or Marumakkatayam is a peculiar feature of Malabar society and it occurs among the Muslims of Malabar. Regarding the origin of the system in Malabar among Muslims, there are various theories. One is that the Kolatnad, which corresponds roughly to the present North Malabar, has its own social system and the subjects who were strictly under its edicts were subject to the system prevailing there. The matrilinear system of family and inheritance or Marumakkatayam is a peculiar feature of Malabar society and it occurs among the Muslims of Malabar. Regarding the origin of the system in Malabar among Muslims, there are various theories. One is that the Kolatnad, which corresponds roughly to the present North Malabar, has its own social system and the subjects who were strictly under its edicts were subject to the system prevailing there. മലബാർ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു സവിശേഷതയാണ് മരുമക്കത്തായ സമ്പ്രദായം. കുടുംബത്തിൻ്റെയും അനന്തരാവകാശത്തിൻ്റെയും തായ് വഴി മരുമക്കത്തായ രീതിയിലാണ്, അതായത് അമ്മ വഴി ആ രീതിയിൽ. മുസ്ലിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ സംവിധാനത്തിൻ്റെ കാരണത്തിന് വിവിധ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി നിലനിന്നിരുന്നത് എന്നുള്ളതിന് വിവിധ സിദ്ധാന്തങ്ങൾ, വിവിധ കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ വാദം കോലത്ത് നാട്, അതായത് ഏകദേശം ഇന്നത്തെ വടക്കൻ മലബാർ, അതിന് അതിൻ്റേതായ ഒരു സാമൂഹിക ഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ ശാസനകൾക്ക് കീഴിൽ കർശനമായി ഉണ്ടായിരുന്ന വിഷയങ്ങൾ അതിന് വിധേയമായിരുന്നു. കോലത്ത് നാട്ടിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആ പ്രദേശത്ത് പ്രചാരത്തിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ പരിശീലിക്കേണ്ടിയിരുന്നു. അതായത് കോലത്ത് നാട്ടിൽ അവിടെ നിലനിന്നിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. ആ നാടിൻ്റെ ഒരു രീതി മരുമക്കത്തായ സമ്പ്രദായമായിരിക്കും. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആ പ്രദേശത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം. ആ രീതിയിലായിരിക്കും അവർ മരുമക്കത്തായ സമ്പ്രദായം സ്വീകരിച്ചത്. ഇതാണ് ഒരു വാദം. The Muslims living in Kolatnad were obliged to conform to the general practice prevailing in the land. Second theory is that the matrilinear kinship system was adopted by North Malabar Mappilas from the Nayar community, probably as a result of intermarriage and conversion. The Muslims living in Kolatnad were obliged to conform to the general practice prevailing in the land. Second theory is that the matrilinear kinship system was adopted by North Malabar Mappilas from the Nayar community, probably as a result of intermarriage and conversion. അപ്പോൾ ഒന്നാമത്തെ വാദം എന്തായിരുന്നു? കോലത്ത് നാട്, അതായത് ഏകദേശം ഇന്നത്തെ വടക്കൻ മലബാർ, അതിന് അതിൻ്റേതായ ഒരു സാമൂഹിക ഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ ശാസനകൾക്ക് കീഴിൽ കർശനമായി ഉണ്ടായിരുന്ന വിഷയങ്ങൾ അതിന് വിധേയമായിരുന്നു. അപ്പോൾ കോലത്ത് നാട്ടിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആ പ്രദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നിയമങ്ങൾ പരിശീലിക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിനാലായിരിക്കാം അന്ന് അവിടെ മരുമക്കത്തായ സമ്പ്രദായമായിരിക്കാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആ രീതി പരിശീലിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അത് നടന്നതായിരിക്കാം. രണ്ടാമത്തെ വാദം, വടക്കൻ മലബാറിലുള്ള മാപ്പിളമാർ അവിടെയുള്ള നായർ ഗ്രൂപ്പിൽ നിന്നും മിശ്രവിവാഹം, അതുപോലെ മതപരിവർത്തനം എന്നിവയുടെ ഫലമായി സ്വീകരിച്ചതായിരിക്കാം മരുമക്കത്തായം. അപ്പോൾ അവിടെയുള്ള നായർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. ആ നായർ കമ്മ്യൂണിറ്റി വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അവരെ മതപരിവർത്തനം നടത്തുകയോ ചെയ്യുമ്പോൾ അവരുടെ ആ രീതി, മരുമക്കത്തായ സമ്പ്രദായം ഇവർ സ്വീകരിച്ചതും ആയിരിക്കാം. ഇങ്ങനെ രണ്ട് വാദങ്ങളാണ് നിലനിൽക്കുന്നത്.